ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ ഒരു 4 മണി പലഹാരമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഈ സ്നാക്കിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, വെള്ളം 1 കപ്പ്, സിനമോൺ പൗഡർ 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിക്കണം. നമ്മളിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടത്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നമ്മൾ ഒത്തിരി ഇട്ട് ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി ഇട്ട് നമ്മൾ ഇതങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് കൈകൊണ്ട് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. സേവനാഴി അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്താലും മതി. ഈ സേവനാഴിയിലെ സ്റ്റാർ ഉള്ള അച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് മാവിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ മാവൊന്ന് ചുറ്റിച്ചിടാം. ഇത് കുറച്ചും ചുറ്റിച്ച ശേഷം നമുക്ക് ഇതുപോലൊരു കത്രിക കൊണ്ടിങ്ങനെ കട്ട് ചെയ്തിടാം. ഒരേ നീളത്തിന് കട്ട് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിനമോൺ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.